ഹലോ, എൻ്റെ പേര് രശ്മി. ഞാൻ കുണ്ട്ര അക്ഷരമുറ്റം പ്ലേ സ്കൂളിൽ പഠിക്കുന്ന വാമികാർ വൈശാഖിൻ്റെ അമ്മയാണ്. അപ്പോൾ കഴിഞ്ഞ 4 മാസമായിട്ട് മോള് അക്ഷരമുറ്റം പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം അവിടുന്ന് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് മോള് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ഇൻട്രോവേർട്ട് ക്യാരക്ടർ കാണിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ട്, നല്ല മാറ്റമുണ്ട്. കാരണം ഒരു ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുമ്പം അവിടെ നിശബ്ദമായിട്ട് നിൽക്കുകയും അതേപോലെ അല്ലെങ്കിൽ അവിടെ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നൊരു രീതിയായിരുന്നു ഇപ്പം. പക്ഷേ ഒരു സ്വന്തം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ, കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മിങ്കിൾ ചെയ്യാനും അവരോട് കൂടുതൽ ഫ്രണ്ട്ലി ആവാനും ഒക്കെ ഇപ്പം ശ്രമിക്കുന്നുണ്ട് ആൾ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഷെയറിങ് ആറ്റിറ്റ്യൂഡാണ്. ഫുഡ് ഷെയർ ചെയ്യാനും അതേപോലെ ടോയ്സ് ഷെയർ ചെയ്യാനും ഒക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആൾക്ക്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുമ്പോഴത്തേക്കും ലേണിങ്ങും റൈറ്റിങ്ങും ഒക്കെ സ്കിൽസ് തന്നെ. അത് റൈറ്റിംഗ് സ്കിൽസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഓരോ ലൈനും പിടിച്ചിങ്ങനെ നമ്മളെക്കാട്ടിയും പേഷ്യൻസാണ് അവർ കാണിക്കുന്നതെന്ന് അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ ലൈനും പിടിച്ചിരുത്തി നമുക്കത് മനസ്സിലാവും. കാരണം നമ്മൾ അത് എഴുതിപ്പിക്കാൻ നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും അവരെത്രത്തോളം പേഷ്യൻ്റായിട്ട് നിന്നാണ് അതെല്ലാം അവർ ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോളുടെ വേറെ കാര്യങ്ങൾ പിന്നെ അതേപോലെ ഇപ്പം ബാത്റൂമിൽ നേരത്തെ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിരുന്നു എന്നിൽ ആൾ. ഇപ്പം അതൊക്കെ ബാത്റൂമിൽ പോകുന്ന കേസായാലും അതേപോലെ എല്ലാം തനിയെ തന്നെ ചെയ്യുന്നൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ആൾ. പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ചിങ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് കേട്ടോ. അതായത് ബുക്സ് ആയാലും ആളുടെ ബുക്സ് എല്ലാം ആൾ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും, നീറ്റാക്കി വെക്കും. ആ ഒരു എന്താ ക്വാളിറ്റിയൊക്കെ അവിടുന്ന് കിട്ടിയതാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെയും ഒരു എന്താ പറയുക ഇടപെടലിനെ പറ്റിയിട്ടാണ്. നമ്മളെ ഒട്ടും മിസ് ചെയ്യുന്നില്ലെന്ന് അറിയുന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അവർക്ക് വീട്ടിൽ വന്ന് പറയാൻ ഒരു കംപ്ലയിൻസും ഇല്ല. നമ്മളെ പോലെ തന്നെ നമ്മളായിട്ട് തന്നെ അവിടെ ടീച്ചേഴ്സ് നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും നമ്മളെക്കാട്ടിയും പേഷ്യൻസ് കാണിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നറിയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷവും ഉണ്ട്.